ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിൽക്കുന്നത് പാലിയൂർ പള്ളിയുടെ തളിയക്കുളത്തിലാണ്. തളിയകുളത്തിൽ സമൂഹ മാമോദിസ നടക്കുന്ന ഒരു വേദിയിലേക്കാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. എൻ്റെ കൂട്ടുകാരൻ്റെ മകൻ്റെ മാമോദിസയാണ് ഇവിടെ നടക്കുന്നത്. പാലിയൂർ പള്ളിയെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ത്യയിൽ ആദ്യത്തെ തോമസ് ലീഹ നിർമ്മിച്ച പള്ളിയാണ്. ഈ പള്ളിയിലെ ഒരു സവിശേഷത ഞാൻ കണ്ടേക്കുന്നത് വെച്ചാൽ ആ കുളത്തിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ഗുഹയുണ്ട്. ഇതാണ് ഗുഹ. ഇത് തോമസ് ലീഹനെ രക്തസാക്ഷിയാക്കിയിട്ടുള്ള ഒരു ഗുഹയാണ് എന്നാണ് പറയുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം. ജൂലൈ 3 സെന്റ് തോമസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അന്ന് ഇവിടെ വളരെ അധികം ആൾക്കാർ വരും, നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഗുഹയുടെ അകത്തേക്ക് പോകാം. അവിടെ ലൈറ്റൊന്നും ഇല്ല, ഇരുട്ടായിരിക്കും. ഞാൻ ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് കയറുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ പല ഭാഗങ്ങളും കാണാം. ഇതിൽ തോമസ് ലീഹനെ വധിക്കാൻ വരുന്ന സമയത്ത് ഒളിച്ചിരുന്ന സ്ഥലങ്ങളും പ്രാർത്ഥിച്ച സ്ഥലങ്ങളൊക്കെയാണ് രൂപങ്ങളായിട്ട് കാണിക്കുന്നത്. അതുപോലെ തോമസ് ലീഹ കിടന്നുറങ്ങുന്ന ഭാഗങ്ങളൊക്കെ ഈ ഗുഹയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. ഇത് തോമസ് ലീഹ ബൈബിൾ വായിക്കുന്ന ഒരു രൂപമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വധിക്കാൻ വരുന്ന സമയത്ത് തോമസ് ലീഹ ഒളിച്ചിരുന്ന സ്ഥലമാണെന്ന് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഗുഹയ്ക്കകത്ത് തോമസ് ലീഹ ഉറങ്ങിയ സ്ഥലം, അങ്ങനെ പലതും ഇതിനകത്ത് കാണിച്ചിരിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഉറങ്ങിയ സ്ഥലം എന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്നത്. ഇത്രയ്ക്കുള്ള ഗുഹ. ഇത് പുറത്തേക്കുള്ള എൻട്രൻസ് അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് നടന്ന് ഫസ്റ്റ് കയറുന്ന എൻട്രൻസിലേക്ക് തന്നെ പോയി. അപ്പോൾ ഒരു ചെറിയൊരു കാണാത്തവർക്കൊക്കെ ഒരു പുതിയൊരു അനുഭവമാണ് ഈ ഗുഹയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ കേട്ടോ. സെന്റ് തോമസ് ഡേയുടെ ദിവസങ്ങളിലൊക്കെ ഇതുകൂടെ കയറും, എക്സിറ്റ് പുറത്തുകൂടെ പോകണം. എന്നാൽ മാത്രമേ തിക്കും തിരക്കും കുറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അകത്തുകൂടെ കയറിയ ഭാഗത്തുകൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഇവിടെ കാണിക്കുന്ന കുളമാണ്. കുളത്തിൻ്റെ അപ്പുറത്താണ് നമ്മുടെ സമൂഹ മാമോദിസ നടത്തുന്നത്. ഇതാണ് രക്തസാക്ഷിത്വം വഹിച്ച ആ ഒരു രൂപമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു മാതാവിൻ്റെ ഒരു നല്ലൊരു രൂപമുണ്ട്. 2 ആനകൾക്കിടയിൽ നിൽക്കുന്ന ഒരു മാതാവിൻ്റെ ഒരു രൂപം. നല്ല ഒരു പ്രൗഢിയോട് കൂടിയിട്ടുള്ള രൂപമാണ് ഇട്ടത്. അപ്പോഴേക്കും നമ്മുടെ ഡിക്സന്റെ കുട്ടിയുടെ മാമോദിസ മുക്കാണ്ട് സമയമായി. ഡിക്സന്റെ പപ്പയും മമ്മിയാണ് നിൽക്കുന്നത്. ആദ്യം തന്നെ അവരെ കുട്ടിയുടെയാണ് മാമോദിസ മുക്കാനായിട്ട് വന്നിരിക്കും തോന്നുന്നു. ഇവിടെ ഭയങ്കര തിരക്കുണ്ട്. ആ കാരണം കൊണ്ട് എനിക്കധികം വീഡിയോ പെട്ടെന്ന് എടുക്കാനായിട്ടുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിക്സന്റെ കുട്ടിയുടെ മാമോദിസ മുക്കുന്നതിനായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ മാമോദിസ മുക്കാനായിട്ടുള്ള പ്രധാന കാരണം, ആദ്യമായിട്ട്
മാമോദിസ മുക്കിയ ഈ രൂപമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. തോമസ് ലീഹ ആദ്യമായിട്ട് മാമോദിസ മുക്കിയിട്ടുള്ള ഒരു കുളമാണിത്. ആ കാരണം കൊണ്ടാണ് ഇവിടെ മാമോദിസ മുക്കുന്നതിൽ ഒരു പ്രത്യേകത കാണിക്കുന്നത്. ഇവിടെ 38 ഞായറാഴ്ചകളിലാണ് ഇതുപോലെ സമൂഹ മാമോദിസ നടക്കുക. എല്ലാ ദിവസവും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ ഡിക്സന്റെ കുട്ടിയുടെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. എന്നാലും നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ എടുത്ത് അവൻ്റെ ആ മാമോദിസ ഡ്രസ്സ് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. ശരിക്കും തോമസ് ലീഹയുടെ ഒരു രൂപം പോലെ തന്നെ തോന്നുന്നുണ്ട്, വൈറ്റായിട്ട്. അങ്ങനെ മാമോദിസ മുക്കി കഴിഞ്ഞ ശേഷം മെഴുകുതിരി ചുംബിക്കാനായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഡിക്സനോട് ഹായ് പറഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു വലിയൊരു ക്രൗഡ് ഉണ്ടായിരുന്നു. ക്രൗഡിനൊക്കെ കണ്ട് ഞങ്ങൾ അവരോട് ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് തളിയക്കുളത്തിൻ്റെ എൻട്രൻസ്. ഏറ്റവും ആദ്യം ഞാൻ കാണിച്ചില്ല, അപ്പോൾ ഞങ്ങൾ പോണ സമയത്താണ് കാണിച്ചിരുന്നത്. ഇതിന് ശേഷം ഞങ്ങൾ പാലൂർ പള്ളിയുടെ ഭാഗത്തേക്ക് പോയി. അവിടെ അതാണ് നമ്മുടെ ഏറ്റായത്തെ സെൻറ്റ് തോമസ് ഉണ്ടാക്കിയ ചർച്ച്. ഈ കാണുന്നത് ബോട്ടുകുളം എന്ന് പറയും. അതായത് സെൻറ്റ് തോമസ് വന്ന് ഇറങ്ങിയ സ്ഥലം എന്നാണ് പറയുന്നത്. ഇതാണ് പ്രാചീന കാലത്തുണ്ടാക്കിയ പാലൂർ പള്ളിയുടെ മുഖഭാഗം. അങ്ങനെ പാലൂർ പള്ളിയുടെ ചെറിയ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.